പ്രിയ കുട്ടികളെ, നമ്മൾ ഇന്ന് സ്റ്റേറ്റും CBSEക്കും എപ്പോഴും ആവർത്തിച്ച് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അത് റിട്ടയർമെന്റിലെ കണക്കാണ്. അതിൽ കുറച്ച് അഡ്ജസ്റ്റ്മെന്റുകളുണ്ട്. അത് PK ലാസറുടെ സ്റ്റേറ്റ് സിലബസില് PK ലാസറുടെ ടെക്സ്റ്റ് ആണ്. അതില് 10ാമത്തെ എക്സസൈസ് 268ാമത്തെ പേജാണ്. ഈ ടെക്സ്റ്റില് 10ാമത്തെ എക്സസൈസ് ആണ്. ഇത് ഒത്തിരി പ്രാവശ്യം, ഞാനിപ്പോ 30 വർഷമായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഒരുപാട് വർഷം ഇത് ആവർത്തിച്ച് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. CBSEക്കും ഇതില് ഫിഗർ മാറ്റിക്കൊണ്ട് പലതരത്തിലും ഫിഗറുകൾ മാറ്റിക്കൊണ്ട് ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് വരാറുണ്ട്. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ചെയ്യാൻ ഓർത്തത്. അപ്പൊ ഇതിൽ നമുക്ക് തന്നിരിക്കുന്നത് ഒരു ബാലൻസ് ഷീറ്റ്. Aയും Bയും Cയും ഒരു ഫേമിലെ പാർട്ട്നേഴ്സ് ആണ്. അവർ ഈക്വൽ പാർട്ട്നേഴ്സ് ആണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ക്വസ്റ്റ്യൻ എഴുതിയേക്കുന്നത് ടെക്സ്റ്റ് ഇല്ലാത്തവർക്ക് ഉപകാരപ്രദമാകാൻ വേണ്ടിയിട്ടാണ് ക്വസ്റ്റ്യൻ എഴുതിയിരിക്കുന്നത്. അവരുടെ ഫേമിൽ നിന്ന് C റിട്ടയർ ചെയ്തു. 31 മാർച്ച് 2010 C റിട്ടയർ ചെയ്യാണ്. അവരുടെ ബാലൻസ് ഷീറ്റിന്റെ ഡേറ്റ് 31 മാർച്ച് 2009 ആണ്, ഡിസംബർ ആണ്. അപ്പൊ 3 മാസം കഴിഞ്ഞിട്ട് ഈ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്ത് ഒരു 3 മാസം കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ C റിട്ടയർ ചെയ്തിരിക്കുന്നത്. അപ്പൊ C റിട്ടയർ ചെയ്ത സമയത്ത് ബാലൻസ് ഷീറ്റും കുറെ അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് തന്നേക്കാണ്. ഫസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അറ്റ് ₹48,000 എന്നാണ് പറഞ്ഞേക്കണത്. ഇപ്പൊ ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന്റെ വില 48,000 ആണ്. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് നമുക്ക് തന്നിരിക്കുന്നത് ബാലൻസ് ഷീറ്റിൽ 40,000 ആണ് തന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞ 8,000 രൂപ ബിൽഡിങ്ങിന്റെ വാല്യൂ കൂടിയേക്കാണ്. അപ്പൊ കൂടുമ്പോ നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ടിന്റെ റൈറ്റ് സൈഡിലാണ്. ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നിരുന്നു. അസറ്റ് കൂടുമ്പോ റൈറ്റ് സൈഡ് ആണ്. അപ്പൊ നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ടിന്റെ റൈറ്റ് സൈഡിൽ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എന്നും പറഞ്ഞുകൊണ്ട് ഇതിന്റെ ഡിഫറൻസ്, രണ്ട് എമൗണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. 8,000 എഴുതാം. പിന്നെ അവർ നമുക്ക് തന്നേക്കണത് ഇൻവെസ്റ്റ്മെന്റ് വാല്യൂഡ് അറ്റ് ₹4,500 എന്നാണ്. ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് ഇവിടെ തന്നേക്കണത് ബാലൻസ് ഷീറ്റിൽ 5,000 ആണ്. ഇപ്പൊ ഇൻവെസ്റ്റ്മെന്റിന്റെ വാല്യൂ കുറഞ്ഞു. അപ്പൊ നമ്മൾ കുറയുമ്പോൾ നമ്മൾ ഇവിടെയാണ് എഴുതുന്നത് ടു ഇൻവെസ്റ്റ്മെന്റ്. കുറഞ്ഞിരിക്കുന്നത് 5,000 രൂപയായിരുന്നു ഇൻവെസ്റ്റ്മെന്റിന്, ഇപ്പൊ 4,500 ഉള്ളൂ. അപ്പൊ 500 രൂപ ഇൻവെസ്റ്റ്മെന്റ് കുറഞ്ഞു. അത് നമ്മൾ ഇവിടെ എഴുതും. അടുത്ത അഡ്ജസ്റ്റ്മെന്റ്, ഇത് എപ്പോഴും ഓർത്ത് വെക്കുക. ഈ അഡ്ജസ്റ്റ്മെന്റ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അതാണ് ഞാനിത് എടുക്കാൻ കാരണം. ഡെപ്റ്റേഴ്സ് ആർ ഓൾ ഗുഡ് എന്നാണ് പറഞ്ഞേക്കുന്നത്. എന്ന് പറഞ്ഞ എല്ലാവരും ഫാമിലിക്ക് പൈസ കൊടുക്കാറുള്ള എല്ലാവരും കൃത്യമായിട്ട് പൈസ കൊടുത്തു എന്ന്. ആരെങ്കിലും പൈസ കൊടുക്കാതിരുന്നാൽ നഷ്ടം വരാതിരിക്കാൻ വേണ്ടി ബിസിനസ് അവരെന്ത് ചെയ്തിരുന്നു, ഒരു 800 രൂപ അവർ പ്രൊവിഷൻ ആയിട്ട് മാറ്റിയിരുന്നു. അതാണ് ഡെപ്റ്റേഴ്സ് ഇന്നർ കോളത്തിൽ 10,000 ലെസ് പ്രൊവിഷൻ എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരു 800 രൂപ അവർ കുറച്ചിട്ടുണ്ട്. ആ കുറച്ച എമൗണ്ട് അവർക്ക് ആവശ്യം വന്നില്ല എന്നാ പറഞ്ഞേക്കണേ. ഈ 800 രൂപ കൊടുക്കാനുള്ള ആള് അയാൾക്ക് എവിടെന്നോ പൈസ കിട്ടിയപ്പോ അയാൾ കൊണ്ടേ കൊടുത്തു. അപ്പൊ അവിടെ അവർക്ക് ഒരു കടത്തിന്റെ ആവശ്യം വന്നില്ല. അപ്പൊ അങ്ങനെ വരുന്ന കേസില് നമ്മള് പ്രൊവിഷൻ ഇവിടെയാണ് എഴുതുന്നത് കേട്ടോ. നമുക്ക് എമൗണ്ട് അവർ തരില്ല, ഓർത്ത് വെക്കാം. നമുക്ക് ഡെപ്റ്റേഴ്സ് ആർ ഗുഡ് എന്ന് പറയുന്ന സെന്റൻസില് നമുക്ക് അവർ എത്ര രൂപയെന്ന് തരില്ല. അത് നമ്മൾ ഈ എമൗണ്ട് ആണ് എഴുതുന്നത്. അവര് പ്രൊവിഷൻ ആയിട്ട് കുറച്ച് എമൗണ്ട് ആണ് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ. അപ്പൊ മാത്രമേ പ്രൊവിഷൻ ഇവിടെ വരുള്ളൂ. ഈ കേസില് ബാലൻസ് ഷീറ്റ് നമ്മൾ ചെയ്യുമ്പോ ബാലൻസ് ഷീറ്റ് എപ്പോഴും ഔട്ടർ കോളത്തിലെ ഡെപ്റ്റേഴ്സും അതുപോലെ തന്നെ റീവാലുവേഷൻ അക്കൗണ്ട് ആണ് നമ്മൾ എടുക്കാറ്. അപ്പൊ നമ്മൾ ബാലൻസ് ഷീറ്റിൽ ടു പ്രൊവിഷൻ ആണെങ്കിൽ നമ്മൾ മൈനസ് ആണ് ചെയ്യാറ്. ഇവിടെ നമ്മൾ ബാലൻസ് ഷീറ്റിൽ ഇതിന്റെ കൂടെ ഈ എമൗണ്ട് നമ്മൾ ആഡ് ചെയ്യേണ്ടി വരും. ഈ 800 സെയിം സൈഡ് ആയതുകൊണ്ട് ആഡ് ചെയ്യണം. പിന്നെ നമുക്ക് തന്നേക്കേണ്ട സ്റ്റോക്ക് വർത്ത് ₹8,700. സ്റ്റോക്കിന്റെ ആദ്യത്തെ വില 9,500 ആയിരുന്നു. ഇപ്പൊ സ്റ്റോക്കിന് 8,700 രൂപയെ വാല്യൂ ഉള്ളൂ. എന്ന് പറഞ്ഞ സ്റ്റോക്കിന്റെ വാല്യൂ കുറയുമ്പോ നമുക്കറിയാം റീവാലുവേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ് നമ്മൾ എഴുതുന്നത് ടു സ്റ്റോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് 800 നമുക്ക് എങ്ങനെയാ കിട്ടുന്നേ? അതായത് സ്റ്റോക്കിന്റെ നമുക്ക് തന്നിരിക്കുന്ന ബാലൻസ് ഷീറ്റിലെ 9,500 നമ്മൾ ഇവിടത്തെ എമൗണ്ട് 8,700 നമ്മൾ മൈനസ് ചെയ്യണം. രണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ സ്റ്റോക്ക് എന്ന് പറഞ്ഞ് അവിടെ എഴുതുന്നത്. പിന്നെ നമ്മളുടെ പറഞ്ഞിരിക്കുന്നത് ഗുഡ് വിൽ വാല്യൂഡ് അറ്റ് 2 years. അത് നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കുള്ള സംഭവമാണ്. അപ്പൊ നമുക്ക് റീവാലുവേഷൻ അക്കൗണ്ടിൽ എല്ലാ ഐറ്റവും കഴിഞ്ഞു.
അപ്പൊ നമുക്ക് റീവാലുവേഷൻ അക്കൗണ്ട് നമുക്ക് ബാലൻസ് ചെയ്യാം. റീവാലുവേഷൻ അക്കൗണ്ട് ഈ സൈഡ് നമ്മൾ ടോട്ടൽ ചെയ്ത് കഴിയുമ്പോൾ 8,800 നമുക്ക് കിട്ടും. ഈ സൈഡ് നമുക്ക് കിട്ടുന്നത് ഒരു 500ഉം 800ഉം ആണ്. അപ്പൊ നമുക്ക് 1,300 ആണ് കിട്ടുന്നത്. അവിടെ ആഡ് ചെയ്യുമ്പോൾ ഈ 8,800 ഈ 1,300 മൈനസ് ചെയ്തപ്പോ നമുക്ക് 7,500 ബാലൻസ് കിട്ടി. ഇവര് ഈക്വൽ പാർട്ട്നേഴ്സ് എന്നാണ് ക്വസ്റ്റിന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അവർക്ക് 3 പേർക്കും ആ കിട്ടിയ ബാലൻസ് 7,500 ആണ്. 3 പേർക്കും ഈക്വൽ ആയിട്ട് അത് വീതിച്ചു കൊടുത്തു. അപ്പൊ 2,500 വെച്ച് 3 പേർക്കും ആ റീവാലുവേഷൻ അക്കൗണ്ടിന്റെ പ്രോഫിറ്റ് കിട്ടി. ഇനി നമ്മൾ ചെയ്യുന്നത് ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. ക്യാപിറ്റൽ അക്കൗണ്ട് ചെയ്യുമ്പോൾ ഓർത്ത് വയ്ക്കാം, നമുക്ക് തന്നിരിക്കുന്ന ഇവരുടെ ഈ 3 പേരുടെ ക്യാപിറ്റൽ വെച്ചാണ് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ എഴുതും ബൈ ബാലൻസ് ബ്രോ ഡൗൺ. 3 പേരുടെയും ക്യാപിറ്റൽ നമുക്ക് തന്നിട്ടുണ്ട്. അത് നമ്മൾ 3 പേരുടെയും ക്യാപിറ്റൽ അങ്ങോട്ട് എഴുതി. ഇനി നമുക്ക് തന്നിരിക്കുന്നത് ബാലൻസ് ഷീറ്റിൽ ഒരു ജനറൽ റിസർവ് തന്നിട്ടുണ്ട്. കണ്ടോ, 3,600 രൂപ ജനറൽ റിസർവ് ഉണ്ട്. അത് ഓൾഡ് പാർട്ട്നേഴ്സിന് ഓൾഡ് റേഷ്യോയിൽ വീതിക്കേണ്ടതാണ്. ഇവിടെ ഓൾഡ് പാർട്ട്നേഴ്സ് ഈക്വൽ പാർട്ട്നേഴ്സ് ആയതുകൊണ്ട് നമ്മൾ അവർ 3 പേർക്കും ഈക്വൽ ആയിട്ട് അത് വീതിച്ചു കൊടുത്തു. അപ്പൊ ക്യാപിറ്റൽ എഴുതി കഴിഞ്ഞാൽ മക്കൾ ആദ്യം ശ്രദ്ധിക്കേണ്ടതേ, പലപ്പോഴും കുട്ടികൾക്ക് മിസ്റ്റേക്ക് വരാറുണ്ട്. അത് വരാതിരിക്കാൻ ശ്രദ്ധിക്കാം. ക്യാപിറ്റൽ എഴുതി കഴിഞ്ഞാൽ നോക്കാം, ഇവിടെ ഇതിൽ വീതിക്കേണ്ട ലയബിലിറ്റി സൈഡിലോ അസറ്റ് സൈഡിലോ ക്യാപിറ്റലിലേക്ക് വീതിക്കേണ്ട എന്തെങ്കിലും ഐറ്റം ഉണ്ടോ നോക്കാം. ഉണ്ടെങ്കിൽ അത് ആദ്യം എഴുതാം, അല്ലെങ്കിൽ മറന്നു പോകും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ റീവാലുവേഷൻ അക്കൗണ്ടിന്റെ ബാലൻസ് അത് നമ്മൾ 3 പേർക്കും വീതിച്ചപ്പോൾ നമുക്ക് 2,500 3 പേർക്കും എമൗണ്ട് കിട്ടി. അതും നമ്മൾ എഴുതി. ഇനി നമുക്ക് നോക്കേണ്ടതാ, ഇനി നമുക്ക് ഈ അഡ്ജസ്റ്റ്മെന്റിലേക്ക് വരാം. അതായത് ഇത്രയും അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ എഴുതി. ഇപ്പൊ ഞാൻ ഇതൊക്കെ മാറ്റിയാണ്. അതായത് ഇനി നമുക്ക് വേണ്ടത് ഗുഡ് വില്ലിന്റെ കാര്യമാണ്. നമ്മളുടെ പറഞ്ഞിരിക്കുന്നത് നോക്കി, ഗുഡ് വില്ല് വാല്യൂഡ് അറ്റ് 2 years പർച്ചേസ് ഓഫ് ആവറേജ് പ്രോഫിറ്റ്സ് ഓഫ് ലാസ്റ്റ് 3 years എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഗുഡ് വില്ല് അവർ വാല്യൂ ചെയ്തേക്കണത് റിട്ടയർമെന്റില് പിരിഞ്ഞു പോകുന്ന പങ്കാളിക്ക് ഗുഡ് വില്ലിന്റെ ഷെയർ കൊടുക്കണം. അപ്പൊ ഗുഡ് വില്ല് അവർ വാല്യൂ ചെയ്തേക്കണത് 3 കൊല്ലത്തെ ആവറേജ് പ്രോഫിറ്റിന്റെ ആവറേജ് പ്രോഫിറ്റ് ഓഫ് ലാസ്റ്റ് 3 years അതിന്റെ 2 കൊല്ലത്തെ പർച്ചേസ് എന്നാണ് ക്വസ്റ്റിന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ആവറേജ് പ്രോഫിറ്റ് നമുക്ക് കാണണമെങ്കിൽ ഇതേ ഗുഡ് വില്ല് നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ. അതായത് 18,500, പിന്നെ തന്നിരിക്കുന്നത് 8,700. 3rd ഇയറിൽ നമുക്ക് ബ്രാക്കറ്റിൽ ലോസ് എന്ന് പറഞ്ഞേക്കാണ്. അപ്പൊ നമുക്ക് ഇത് രണ്ടും അങ്ങോട്ട് ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? ലോസ് നമ്മൾ മൈനസ് ചെയ്യണം. ലോസ് നമുക്ക് തന്നേക്കണത് 5,600 ആണ് നമുക്ക് ലോസ് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ലോസ് മൈനസ് ചെയ്യണം. അപ്പൊ നമുക്ക് 21,600 കിട്ടി. ഇത് 3 വർഷത്തെയാണ്. അപ്പൊ ലോസ് വന്നാലും നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ ഇതിനെ നമ്മൾ 3 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 7,200 കിട്ടും. ഈ 7,200 ആണ് ആവറേജ് പ്രോഫിറ്റ്. അപ്പൊ 7,200 ആവറേജ് പ്രോഫിറ്റ് ആണ്. അവര് നമ്മളോട് പറഞ്ഞിരിക്കുന്ന ആവറേജ് പ്രോഫിറ്റിന്റെ 2 കൊല്ലത്തെ പർച്ചേസ് ആണ് ഗുഡ് വിൽ എന്ന. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ ആവറേജ് പ്രോഫിറ്റിന്റെ 2 കൊല്ലത്തെ പ്രോഫിറ്റ് ആവറേജ് പ്രോഫിറ്റിന്റെ 2 years പർച്ചേസ് എന്ന് പറയുമ്പോൾ നമ്മൾ അത് കണ്ടുപിടിക്കണം. ഇപ്പൊ നമുക്ക് 14,400 കിട്ടും. അതാണ് ഗുഡ് വില്ലിന്റെ വാല്യൂ. ഇത് ഫേമിന്റെ ഗുഡ് വില്ലാണ്. ഇതിൽ നിന്ന് നമ്മൾ 1/3 കണ്ടുപിടിക്കണം. ഈ 1/3 എവിടെ നിന്ന് കിട്ടിയേ? 3 പേരും ഈക്വൽ പാർട്ട്നേഴ്സ് ആയതുകൊണ്ട് 1:1:1 ആണ്. അപ്പോ 1/3 ആണ് ഓരോരുത്തർക്കും വരുന്നത്. അപ്പൊ നമ്മള് ഇത് കണ്ടുപിടിച്ച് കഴിയുമ്പോൾ അയാളുടെ ഗുഡ് വില്ല് കിട്ടും. അപ്പൊ അയാളുടെ ഗുഡ് വില്ല് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും നോക്കിയേ? 4,800 ആണ് റിട്ടയർ ചെയ്ത പാർട്ട്ണറിന്റെ ഷെയർ ഓഫ് ഗുഡ് വില്ല്. അപ്പൊ നമ്മൾ റിട്ടയർ ചെയ്ത പാർട്ട്ണറിന്റെ ഷെയർ ഓഫ് ഗുഡ് വില്ല് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യണ്ടേ? അതിന് ജേണൽ എൻട്രി ഞാൻ നിങ്ങൾക്ക് ഇതിക്ക് മുമ്പ് പറഞ്ഞു തന്നിരുന്നു. റിമൈനിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പൊ ഇവിടെ റിമൈനിങ് ആരാ? എസ് അക്കൗണ്ട് ഡെപ്റ്റർ, ബിസ് അക്കൗണ്ട് ഡെപ്റ്റർ,
ടു സി എന്നാണ് വരുന്നത്. അപ്പൊ എമൗണ്ട് എങ്ങനെ വരും? എക്ക് എത്ര വരുന്നത്? 4800 സിക്ക് കൊടുക്കേണ്ടത്. അപ്പൊ ഈക്വൽ പാർട്ട്നേഴ്സ് ആകുമ്പോൾ രണ്ടുപേരും തുല്യമായിട്ട് കൊടുക്കണം. അപ്പൊ എസ് അക്കൗണ്ട് ഡെപ്റ്റർ 2400, അതുപോലെ തന്നെ ബിസ് അക്കൗണ്ട് ഡെപ്റ്റർ 2400, ടു സി എന്ന് പറഞ്ഞുകൊണ്ട് 4800 വരും. അപ്പൊ നമ്മളത് ക്യാപിറ്റൽ അക്കൗണ്ടിൽ എഴുതുമ്പോഴേ ടു സി എന്ന് പറഞ്ഞുകൊണ്ട് എയുടെ കോളത്തില് 2400, ബിയുടെ കോളത്തിലും 2400. ഇവിടെ നമ്മൾ എഴുതുമ്പോ ഇവിടെ നമ്മൾ എന്താ ചെയ്യണ്ടേ? ഇവിടെ നമ്മള് അതായത് ഞാൻ ഒരു എമൗണ്ട് ഇവിടെ എഴുതിയിട്ടുണ്ടെന്ന് എഴുതിക്കോളാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ്, അത് പറഞ്ഞുതരാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് ആണ്. ഇവിടെ നമ്മള് ഗുഡ് വിൽ നമ്മൾ എഴുതുമ്പോ എ എന്ന് പറഞ്ഞുകൊണ്ട് എക്ക് 2400, അതുപോലെ തന്നെ ബി എന്ന് പറഞ്ഞു 2400. അപ്പൊ രണ്ടുപേരും 2400 വെച്ച് കൊണ്ടുവന്നു. സിയെ സംബന്ധിച്ച് സിക്ക് 4800 ക്രെഡിറ്റ് കിട്ടി. എയെ സംബന്ധിച്ച് 2400 ഡെബിറ്റ്, ബിയെ സംബന്ധിച്ചും 2400 ഡെബിറ്റ് ആണ്. അപ്പൊ ഗുഡ്വിൽ എഴുതുമ്പോ ശ്രദ്ധിക്കുക, രണ്ട് സൈഡിലും വരും ഈ റിട്ടയർമെന്റിന്റെ കേസിൽ കേട്ടോ. അപ്പൊ നമ്മൾ രണ്ടുപേർക്കും ഗുഡ്വിൽ കൊടുത്തു. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സീസ് ഷെയർ ഓഫ് പ്രോഫിറ്റ് ടു ദി ഡേറ്റ് ഓഫ് റിട്ടയർമെന്റ് ഓൺ ദി 3 years ആവറേജ് പ്രോഫിറ്റ് എന്നാണ് പറഞ്ഞേക്കണത്. സി റിട്ടയർ ചെയ്യുന്ന സമയത്ത്, അപ്പൊ അത് ഡെത്തിലും വരും റിട്ടയർമെന്റിലും വരും. റിട്ടയർമെന്റിൽ നമ്മളോട് പറഞ്ഞാൽ മാത്രമേ നമ്മൾ അത്രയും നാളത്തെ പ്രോഫിറ്റ് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഡെത്തിന്റെ കേസിൽ പറഞ്ഞില്ലെങ്കിലും അയാൾ മരിക്കുന്ന ഡേറ്റ് വരെ എത്രത്തോളം പ്രോഫിറ്റ് അയാൾക്ക് ആ സ്ഥാപനത്തിൽ ആ ഡേറ്റ് വരെ ഉണ്ടായിരുന്നു അതിന്റെ ഷെയർ അയാൾക്ക് കൊടുക്കണം. റിട്ടയർമെന്റിൽ പറയണം, പറഞ്ഞാലേ നമ്മൾ കൊടുക്കുള്ളൂ. അപ്പൊ റിട്ടയർമെന്റിൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട് മരിക്കുന്ന അയാൾ റിട്ടയർ ചെയ്യുന്ന ഡേറ്റ് വരെയുള്ള പ്രോഫിറ്റിന്റെ വീതം അയാൾക്ക് കൊടുക്കണമെന്ന്. അപ്പൊ ഇയാള് റിട്ടയർ ചെയ്തിരിക്കുന്നത് മാർച്ച് 31 അല്ലേ? ഇവര് അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നത് ഡിസംബറിലാണ്. ഇനി 9 മാസം കൂടി കഴിഞ്ഞാലേ അക്കൗണ്ട് ക്ലോസ് ചെയ്യുള്ളൂ. അപ്പൊ അത്രയും നാളും ഇയാളുടെ പൈസ കൊടുക്കാനായിട്ട് വൈകാനും പാടില്ല. അപ്പൊ അവരെന്ത് ചെയ്യും? ഈ പാർട്ട്ണർഷിപ്പ് ഡീഡ് എഴുതുമ്പോ അതിലെഴുതും ഏതെങ്കിലും പാർട്ട്ണർ ഇടയ്ക്ക് വെച്ച് റിട്ടയർ ചെയ്യോ ഇടയ്ക്ക് വെച്ച് മരിക്കോ ചെയ്യുമ്പോ അവരുടെ അത്രയും നാളത്തെ പ്രോഫിറ്റ് എങ്ങനെയാണ് കൊടുക്കുന്നത് അതിനൊരു കണ്ടീഷൻ അവർ വയ്ക്കും. ആ കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ, റിട്ടയർ ചെയ്യുന്ന പാർട്ട്ണർക്ക് റിട്ടയർ ചെയ്യുന്ന സമയത്ത് അത്രയും നാളത്തെ പ്രോഫിറ്റിന്റെ വീതം കൊടുക്കുന്നത് എന്താ പറഞ്ഞിരിക്കുന്നത്? 3 years ആവറേജ് പ്രോഫിറ്റ്. ലാസ്റ്റ് 3 years ആവറേജ് പ്രോഫിറ്റ്. ഇയാൾ റിട്ടയർ ചെയ്യുന്ന സമയത്തിന് തൊട്ട് മുൻപുള്ള 3 കൊല്ലത്തെ പ്രോഫിറ്റ് എടുത്തിട്ട് അതിന്റെ ആവറേജ് കണ്ടുപിടിക്കണം. ആവറേജ് പ്രോഫിറ്റിന്റെ ബേസിസിലാണ് ഇയാൾ റിട്ടയർ ചെയ്യുന്ന സമയത്ത് ഇയാൾക്ക് നമ്മൾ പ്രോഫിറ്റിന്റെ വീതം കൊടുക്കണത്. അപ്പൊ ആര് റിട്ടയർ ചെയ്താലും അവരുടെ കണ്ടീഷൻ അതാണ്. തൊട്ട് മുൻപുള്ള 3 കൊല്ലത്തെ ആവറേജ് പ്രോഫിറ്റിന്റെ ബേസ് ആണ് പ്രോഫിറ്റ് കൊടുക്കുന്നത്. ഇനി ഈ പ്രോഫിറ്റ് കൊടുക്കുമ്പോഴേ നമ്മൾ അത് എന്താ എഴുതാനോ? പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് എന്ന് എഴുതണം. കാരണം എന്താ? ഇത് ആ കൊല്ലത്ത് യഥാർത്ഥത്തിലുള്ള പ്രോഫിറ്റ് അല്ല. യഥാർത്ഥത്തിലുള്ള പ്രോഫിറ്റ് അറിയണമെങ്കിൽ ഇനി ഒരു 9 മാസം കൂടി കഴിഞ്ഞ് ഡിസംബർ അവർ അക്കൗണ്ട് ക്ലോസ് ചെയ്യുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. അപ്പൊ ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ കൊടുക്കുമ്പോ അത് ക്ലിയർ ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് അല്ല. അതുകൊണ്ട് നമ്മൾ എഴുതുമ്പോൾ ഓർത്ത് വെക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് 1 മാർക്ക് അതിനെ കട്ട് ചെയ്യും. പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് എന്ന് എഴുതാൻ മറക്കരുത്. അപ്പൊ നമ്മൾ അത് എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് നോക്കിയേ. ആവറേജ് പ്രോഫിറ്റ് എന്നാണ് അവര് പറഞ്ഞേക്കണേ. ആവറേജ് 3 കൊല്ലത്തെ ആവറേജ് പ്രോഫിറ്റ് ആണ് ബേസ് എന്നാ പറഞ്ഞിരിക്കുന്നത്. ആവറേജ് പ്രോഫിറ്റ് നമ്മൾ ആദ്യം കണ്ടുല്ലോ, ഇതേ കണ്ടോ? ഇതാണ് ആവറേജ് പ്രോഫിറ്റ്. 3 കൊല്ലത്തെ പ്രോഫിറ്റ്. 2 കൊല്ലം പ്രോഫിറ്റ് ആയിരുന്നു, 1 കൊല്ലം ലോസ് ആയതുകൊണ്ട് നമ്മൾ ആ ലോസ് മൈനസ് ചെയ്തു, അതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോ നമുക്ക് ആവറേജ് പ്രോഫിറ്റ് കിട്ടി. ഇനി ശ്രദ്ധിക്കേണ്ടത് ആവറേജ് പ്രോഫിറ്റിന്റെ ഇത് ഫേമിന്റെ ആവറേജ് പ്രോഫിറ്റ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു ഇയാളുടെ ഷെയർ 1/3 ഇൻറ്റു ഇയാൾ എത്ര മാസം ഫേമിൽ ഉണ്ടായിരുന്നു അതും കൂടി എഴുതാൻ മറക്കരുത് കേട്ടോ. അപ്പൊ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് നമ്മൾ കണ്ടുപിടിക്കുമ്പോ ഓർത്ത് വയ്ക്കാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് എഴുതുമ്പോൾ നമ്മൾ ഓർത്ത് വയ്ക്കാം എന്ത് ചെയ്യണം? അതായത് അയാള് റിട്ടയർ ചെയ്ത് എത്ര മാസം ഉണ്ടായോ ആ പീരീഡ് എഴുതാൻ മറക്കരുത്. ബൈ 12 എഴുതണം. ഡെത്തിലും അങ്ങനെയാണ്. അതുവരെയുള്ള മാസം എഴുതിയിട്ട് ബൈ 12. ഇനി മാസം കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റാത്ത കേസാണെങ്കിൽ നമ്മൾ ഡേയ്സ് എഴുതണം. ഡേയ്സ് എഴുതിയിട്ട് ബൈ 365 എഴുതണം.
ഇവിടെ നമുക്ക് മാസം കൃത്യമായിട്ട് തന്നു, അതുകൊണ്ട് നമ്മൾ ഇവിടെ 3/12 എഴുതി. അപ്പൊ നമുക്ക് എന്ത് കിട്ടും നോക്കി, 3യും 3യും കട്ട് ചെയ്ത് പൊക്കോളും, ഇതിലേക്ക് കട്ട് ചെയ്ത് 600 എന്ന് കിട്ടും. അപ്പൊ പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് എന്ന് എഴുതാൻ മറക്കരുത്. അത് പ്രോഫിറ്റ് ആയതുകൊണ്ട് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റിൽ എഴുതും. ഇൻ കേസ് തലേ വർഷക്കാണ് പ്രോഫിറ്റ് ബേസ് തന്നേക്കണേ, തലേ വർഷം ഇപ്പൊ ലോസ് ആയിരുന്നെങ്കിലോ, ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ബേസ് പറഞ്ഞേക്കണേ പ്രീവിയസ് ഇയർ എന്നായിരുന്നെങ്കിൽ, പ്രീവിയസ് ഇയർ എന്ന് പറയുമ്പോൾ ലോസ് അല്ലേ, അപ്പൊ നമ്മൾ ഇപ്പുറത്ത് എഴുതേണ്ട വരും, ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ എഴുതേണ്ട വരും. ഇതിപ്പോ പ്രോഫിറ്റ് ആണ്, അതുകൊണ്ട് നമ്മൾ ഇവിടെ എഴുതാണ്, എന്ത് പറഞ്ഞ് എഴുതാം, പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് എന്ന് പറഞ്ഞ് 600 രൂപ നമ്മൾ ഇവിടെ കൊടുക്കും. കണ്ടോ, പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ക്രെഡിറ്റ് സൈഡിൽ ആ 600 നമ്മൾ എഴുതും. ഇനി നമ്മളോട് ക്വസ്റ്റ്യനിൽ വേറൊരു കണ്ടീഷൻ കൂടി പറഞ്ഞിട്ടുണ്ട്, ഇവിടെ നോക്കാം. അതായത് സി ഈസ് ടു ബി പെയ്ഡ് 11,100 ഇമ്മീഡിയറ്റ്ലി. സി പിരിഞ്ഞു പോയ സമയത്ത് അപ്പൊ തന്നെ സിക്ക് ഒരു 11,100 രൂപ ക്യാഷ് ആയിട്ട് വേഗം എടുത്തു കൊടുത്തു. എന്നിട്ടോ ബാക്കിയുള്ളത് അയാളോട് പറയാണ് 3 ഇയർലി ഇൻസ്റ്റാൾമെന്റ് ആയിട്ട്, ഈക്വൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് തരാന്നാണ് പറഞ്ഞേക്കണത്. 6% പലിശയോട് കൂടി 3 പ്രാവശ്യമായിട്ട് തരാന്നാണ് പറഞ്ഞേക്കണത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അത് നമുക്ക് ലോൺ അക്കൗണ്ടിലേ കാണിക്കാൻ പറ്റുള്ളൂ. ഇവിടെ നമ്മൾ എന്താ ചെയ്യണ്ടേ, കൊടുത്ത എമൗണ്ട് നമ്മൾ ടു ക്യാഷ് എന്ന് പറഞ്ഞ് എഴുതണം. അപ്പൊ അയാൾക്ക് കൊടുത്തേക്കുന്ന എമൗണ്ട് ആണ് ഈ കാണിച്ചേക്കണത് 11,100. അപ്പൊ തന്നെ കൊടുത്തത് നമ്മൾ ഇവിടെ എഴുതണം, 11,100 ടു ക്യാഷ് എന്ന് പറഞ്ഞ് എഴുതണം. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇനി നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ എയുടെ ഡെബിറ്റ് ഇത് നമ്മൾ കൂട്ടിക്കഴിയുമ്പോൾ നമുക്ക് 28,700 കിട്ടും. ആ 28,700 എക്ക് ഡെബിറ്റ് സൈഡിൽ ഒരു 2,400 ഉണ്ട് ഗുഡ് വില്ലിന്റെ, അത് മൈനസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എയുടെ ബാലൻസ് 26,300 എന്ന് കിട്ടും. അതുപോലെ തന്നെ ബിയുടെ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ ബിയുടെ ക്രെഡിറ്റ് സൈഡിൽ നമുക്ക് ഈ 27,700 ആണ്, അതില് 2,400 നമുക്ക് ഡെബിറ്റ് സൈഡിലുണ്ട്, അത് നമ്മൾ മൈനസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ബിയുടെ ക്യാപിറ്റൽ അക്കൗണ്ട് 25,300 എന്ന് കിട്ടും. ഇനി മക്കളെ സിയുടെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാ, സിക്ക് ഒരു 11,100 ക്യാഷ് ആയിട്ട് അപ്പൊ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് സിയുടെ ക്രെഡിറ്റ് സൈഡിൽ എല്ലാം കൂടി നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിന്ന് നമ്മൾ ഈ 11,100 കുറയ്ക്കണം. ക്യാഷ് ആയിട്ട് കൊടുത്തേക്കണ എമൗണ്ട് 11,100 അപ്പൊ കൊടുത്തു, അത് നമ്മൾ ഈ 35,100 11,100 കുറച്ച് കഴിയുമ്പോൾ നമുക്ക് 24,000 കിട്ടും. 24,000 രൂപയാണ് ഇനി അയാൾക്ക് കൊടുക്കാനുള്ളത്. അപ്പൊ ഓർത്ത് വെക്ക, എമൗണ്ട് പെയ്ഡ് എഴുതുമ്പോ ടു ക്യാഷ്, എമൗണ്ട് ഡ്യൂ ടു ഹിം അയാൾക്ക് കൊടുക്കാനുള്ള എമൗണ്ട് എഴുതുമ്പോ ലോൺ എന്നും പറഞ്ഞ് വേണം കാണിക്കാനായിട്ട്. അപ്പൊ ലോൺ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആ 24,000 അയാളുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ കാണിക്കും. ഇനി നമ്മളോട് അവർ ബാലൻസ് ഷീറ്റ് കൂടി ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള് ബാലൻസ് ഷീറ്റ് നമ്മൾ ചെയ്യുമ്പോ കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, ബാലൻസ് ഷീറ്റ് ചെയ്യാൻ നമുക്ക് സുഖമാണ്. എങ്ങനെയാ, പഴയ ബാലൻസ് ഷീറ്റും നമ്മൾ ഈ റീവാലുവേഷൻ അക്കൗണ്ടും നമ്മൾ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ബാലൻസ് ഷീറ്റ് കിട്ടും. അപ്പൊ നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ ഇത്ര എഴുതി. ഇനി നമ്മൾ ബാലൻസ് ഷീറ്റ് എഴുതുമ്പോ ആദ്യം നമ്മൾ ക്രെഡിറ്റേഴ്സ്, പുതിയ ബാലൻസ് ഷീറ്റ് ആണ് എഴുതുന്നത്. അപ്പൊ നിങ്ങൾ വൃത്തിയായിട്ടൊക്കെ എഴുതിക്കൊള്ളണം. ക്രെഡിറ്റേഴ്സിൽ മാറ്റമൊന്നും ഇല്ലാത്തത് കൊണ്ട് ആ എമൗണ്ട് തന്നെ നമ്മൾ എഴുതാണ്. പഴയ ബാലൻസ് ഷീറ്റിലെ ക്രെഡിറ്റേഴ്സ് തന്നെ നമ്മൾ എഴുതി. ഇനി ജനറൽ റിസർവ് ഇല്ല, അത് നമ്മൾ വീതിച്ചു കൊടുത്തു, 3 പേർക്കും വീതിച്ചു കൊടുത്തു. ഇനി നമുക്ക് എക്സ്പെൻസ് ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട്, അത് നമ്മൾ അതുപോലെ തന്നെ എഴുതണം. എക്സ്പെൻസ് ഔട്ട്സ്റ്റാൻഡിംഗ് ഒരു 1,400 ഉണ്ട്, അത് അതുപോലെ തന്നെ എഴുതാം. പിന്നെ നമ്മൾ എഴുതേണ്ടത് ക്യാപിറ്റൽ ആണ്. ക്യാപിറ്റൽ എഴുതുമ്പോ എക്കും ബിക്കും മാത്രമേ ക്യാപിറ്റൽ ഉള്ളൂ എന്ന് ഓർത്ത് വെക്കാം. എസ് ക്യാപിറ്റൽ 26,300, ബീസ് ക്യാപിറ്റൽ ബിയുടെ ക്യാപിറ്റൽ 25,300. സിയുടെ എഴുതുമ്പോ ഓർത്ത് വെക്കാം സീസ് ലോൺ എന്ന് വേണം എഴുതാനായിട്ട് കേട്ടോ. സിയുടെ ലോൺ ആണ് 24,000 രൂപ സിക്ക് ലോൺ ആണ്. അപ്പൊ ലോൺ എന്ന് പറഞ്ഞു വേണം സിയുടെ എമൗണ്ട് കാണിക്കാനായിട്ട്. അപ്പൊ ഇത്രയും നമുക്ക് ലയബിലിറ്റി സൈഡ് നമ്മൾ കഴിഞ്ഞു. ഇനി നമ്മൾ അസറ്റ് സൈഡ് എഴുതുമ്പോ ക്യാഷ് എഴുതുമ്പോ മക്കൾ ശ്രദ്ധിക്കണം. ക്യാഷ് എഴുതുമ്പോ എന്താ ചെയ്യേണ്ടതെന്നോ, അതായത്
ക്യാഷ് എഴുതുമ്പോഴേ നമുക്ക് റഫായിട്ട് ഒരു ക്യാഷ് അക്കൗണ്ട് അങ്ങോട്ട് വരച്ചാൽ തെറ്റില്ല. ക്യാഷ് അക്കൗണ്ട് നമ്മൾ റഫായിട്ട് വരയ്ക്കുമ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് അറ്റ് ബാങ്കും ഉണ്ട്. അപ്പൊ ക്യാഷ് ഇൻ ഹാൻഡും അതുപോലെ തന്നെ ക്യാഷ് അറ്റ് ബാങ്കും രണ്ടും നമുക്ക് ഇവിടേക്ക് എഴുതാം. അറ്റ് ബാങ്ക് 27,800 നമുക്ക് തന്നിട്ടുണ്ട്. ഇൻ ഹാൻഡ് നമുക്ക് 500 തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആ ക്യാഷ് നമ്മൾ ഇങ്ങോട്ട് എഴുതി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ റിട്ടയർ ചെയ്ത ആൾക്ക് ഒരു 11,100 രൂപ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇവിടെയാണ് നമ്മൾ എഴുതിയേക്കണേ. ക്യാപിറ്റൽ അക്കൗണ്ടിൽ 2 ക്യാഷ് ആണ്. അപ്പൊ ഇവിടെ വരുമ്പോ നമ്മൾ അത് എന്ത് എഴുതണം? സീസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞുകൊണ്ട്, സിയുടെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആ 11,100 നമ്മൾ ഇവിടെ എഴുതണം. എന്നിട്ട് ഇതിൽ നിന്ന് നമ്മൾ ആ ക്യാഷ് അക്കൗണ്ടിന്റെ ബാലൻസ് നമ്മൾ കണ്ടുപിടിക്കണം. ഇതിൽ നിന്ന് 28,300 കിട്ടും. അതില് 28,300 അയാൾക്ക് കൊടുത്ത 11,100 നമ്മൾ കുറച്ച് കഴിയുമ്പോ ക്യാഷ് നിങ്ങൾ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ഇവിടെ നമ്മൾ കണ്ടുപിടിക്കുന്ന ക്യാഷ് ആണ് നമ്മൾ ക്യാഷ് അക്കൗണ്ടിലേക്ക് എഴുതേണ്ടത്. അപ്പൊ എന്താ ചെയ്തത്? നമ്മള് ക്യാഷ് ഇൻ ഹാൻഡ് എഴുതി, ക്യാഷ് അറ്റ് ബാങ്ക് എഴുതി, അതുപോലെ തന്നെ പുതിയ ആൾക്ക് കൊടുത്തേക്കണ ക്യാഷ് നമ്മൾ എഴുതി. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 27,800 500 കൂടി നമ്മൾ ആഡ് ചെയ്തപ്പോ 13 8 28,300 കിട്ടി. 28,300 11,100 നമ്മൾ കുറച്ചു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 17,200 കിട്ടി. അപ്പൊ നമ്മള് ക്യാഷ് എഴുതുമ്പോ 17,200 നമ്മൾ കണ്ടുപിടിച്ച ക്യാഷ് ആണ് എഴുതണ്ടേ കേട്ടോ. അപ്പൊ ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് ടു ബാങ്കും സെപ്പറേറ്റ് നമ്മൾ എഴുതണ്ട. നമ്മൾ ഈ ക്യാഷ് ഇതുപോലെ എഴുതിയാൽ മതി. വേണമെങ്കിൽ നിങ്ങൾക്ക് ബ്രാക്കറ്റിൽ കാണിച്ച് അത് രണ്ടും കൂട്ടിയത് കുറച്ചാലും മതി, അല്ലെങ്കിൽ ഇതുപോലെ ചെറുതായിട്ട് വരയ്ക്കാം. ഇനി ഡെപ്റ്റേഴ്സ് എഴുതുമ്പോൾ എപ്പോഴും ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യമാണ്, പലരും എപ്പോഴും പറഞ്ഞിട്ട് തെറ്റിക്കുന്ന ഒരു കാര്യമാണ്. ഡെപ്റ്റേഴ്സ് എഴുതുമ്പോൾ ഔട്ടർ കോളത്തിലെ എമൗണ്ടും റീവാലുവേഷൻ അക്കൗണ്ടും ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ബാലൻസ് ഷീറ്റ് എഴുതുമ്പോൾ പെർസെന്റേജ്, പ്രൊവിഷന്റെ പെർസെന്റേജ് കാണണമെങ്കിൽ നമ്മൾ ഡെപ്റ്റേഴ്സിന്റെ ഇന്നർ കോളം നോക്കും. ഇവിടെ ബാലൻസ് ഷീറ്റ് ആണ്. ഔട്ടർ കോളം എന്ത് വരും? 9,200. റീവാലുവേഷൻ അക്കൗണ്ടിൽ സെയിം സൈഡ് അല്ലേ പ്രൊവിഷൻ വന്നേക്കണേ. അപ്പൊ നമ്മളത് പ്ലസ് ചെയ്യേണ്ട വരും. ആ 800 നമ്മൾ സെയിം സൈഡ് ആയതുകൊണ്ട് നമ്മൾ പ്ലസ് ചെയ്തു. അപ്പൊ നമുക്ക് ഡെപ്റ്റേഴ്സ് കിട്ടി. ഇനി സ്റ്റോക്ക് നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ടിൽ നോക്കാം. ഇവിടെ നമുക്ക് സ്റ്റോക്ക് 9,500. ഇവിടെ നമുക്ക് സ്റ്റോക്ക് തന്നേക്കണേ ഡെബിറ്റ് സൈഡിലാണ് അല്ലെ. സ്റ്റോക്ക് 9,500 അതായത് കുറഞ്ഞേക്കാണ്. അപ്പൊ 9,500 മൈനസ് എന്ത് വരും? ഈ 8,700. ഓപ്പോസിറ്റ് സൈഡ് ആണെങ്കിൽ മൈനസ് ആണല്ലോ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ വന്ന സ്റ്റോക്ക് 800 കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 8,700 അല്ല, ഇവിടെ 300. ബാലൻസ് ഷീറ്റിൽ എഴുതുമ്പോൾ അവിടത്തെ എമൗണ്ട് നമ്മൾ എഴുതി 800 കുറച്ച് 8,700 കേട്ടോ. അതായത് ബാലൻസ് ഷീറ്റിൽ 9,500 റീവാലുവേഷൻ അക്കൗണ്ടിൽ 800 കുറയ്ക്കണം. അപ്പൊ നമുക്ക് 8,700 കിട്ടും. ഇനി നമ്മൾ എഴുതുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് എപ്പോഴും ബാലൻസ് ഷീറ്റും റീവാലുവേഷൻ അക്കൗണ്ടും ആണ് നോക്കുന്നത്. ബാലൻസ് ഷീറ്റിൽ 5,000, ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് ഇവിടെ ഓപ്പോസിറ്റ് സൈഡാണ് തന്നേക്കണത്. കണ്ടോ, ഓപ്പോസിറ്റ് സൈഡിലാണ് 500 നമുക്ക് തന്നേക്കണത്. അപ്പൊ നമ്മൾ മൈനസ് ചെയ്യേണ്ട വരും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 4,500 കിട്ടും. 5,000 ഈ 500 നമ്മൾ കുറച്ചു ഓപ്പോസിറ്റ് സൈഡ് ആയതുകൊണ്ട്. അപ്പൊ 4,500 കിട്ടി. ഇനി അടുത്തത് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ആണ്. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് സെയിം സൈഡ് ആണ് വന്നേക്കണേ. കണ്ടോ, സെയിം സൈഡ് ആണ്. സെയിം സൈഡ് ആണെങ്കിൽ നമ്മൾ ആഡ് ചെയ്യും. അപ്പൊ നമുക്ക് 48,000 കിട്ടും. അങ്ങനെ പിന്നെ വേറൊരു കാര്യം, അതാണ് ഞാൻ പറയാൻ എടുത്തത് തന്നെ ഈ കണക്ക്. എന്താ എഴുതണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് എഴുതാൻ മറക്കല്ലേ. 600. നമ്മൾ ഇവിടെ എഴുതിയ പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് ഇല്ലേ, ഇത് നമ്മൾ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡില് പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് എന്ന് പറഞ്ഞ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ നമ്മൾ അത് എഴുതണം. അപ്പൊ ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ബാലൻസ് ഷീറ്റ് രണ്ട് സൈഡ് നിങ്ങൾ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് രണ്ട് സൈഡ് ഒരേപോലെ കിട്ടും. ഇനി ലോൺ അക്കൗണ്ട് ആണ് അടുത്തത്. ലോൺ അക്കൗണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്ന ഒരു കണക്ക്, ഇത് അതുപോലെ തന്നെയാണ്. അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് അത് ഷെയർ ചെയ്യുക. എന്നാൽ മാത്രമേ നമ്മളിപ്പോൾ അടുത്തത് ക്രിസ്മസ് എക്സാം വരാണ്.
അപ്പൊ ഈ ഡിസംബറിൽ വരുന്ന ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ ഇനി ഡെത്തിൽ ഒരു ലോൺ അക്കൗണ്ട് നമ്മൾ ചെയ്യും. ഇത് കഴിഞ്ഞാൽ നമ്മൾ ഡിസൊല്യൂഷനിലേക്ക് കടക്കാണ്. അപ്പോൾ അങ്ങനെ എല്ലാ പ്രധാനപ്പെട്ട ചാപ്റ്ററും നമ്മൾ കവർ ചെയ്ത് പോകും. അപ്പോൾ എല്ലാവരും ലൈക്കും ചെയ്യും, കമന്റ് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു. ഓക്കെ.